Hey all, welcome back to Motorholic 390. എന്തിട്ടത് കാണുന്ന ഒരു സാധനം, ഒരു മരം പോലും ഇല്ലാത്ത മല ഇഷ്ട. അപ്പൊ നമ്മളിന്ന് പോണത് റായ്ഗോഡ് ഫോർട്ട് എന്ന് പറഞ്ഞ ഫോർട്ടിലോട്ടാണ്. ഛത്രപതി ശിവജിയുടെ ഫോർട്ടാണ് അത്. അവിടെ റോപ്പ് വേയും കാര്യങ്ങളും ഉണ്ട്. ഈ ഫോർട്ട് വലിയൊരു ഫോർട്ടാണ്. ഈ ഫോർട്ടിന്റെ മുകളിലോട്ട് പോകാൻ റോപ്പ് വേയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇന്നത്തെ യാത്ര നമ്മൾ അങ്ങോട്ടാണ്, റായ്ഗോഡ് ഫോർട്ട്. നമുക്ക് അവിടെ ആ ഫോർട്ടിലോട്ടുള്ള കാഴ്ചകളിലോട്ട് കിടക്കാം. ഗൈസ്, ഒരു വിജനമായ സ്ഥലമാണ് കേട്ടോ. മഹാരാഷ്ട്രയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. വിജനമായ സ്ഥലം എന്ന് പറഞ്ഞാൽ വിജനമായ സ്ഥലം. നോക്കി നിങ്ങള്, പശു അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെ. കുറെ വെട്ടുകല്ലുണ്ട്, വേറെ ഒന്നുമില്ല. ഗൈസ്, വീടുകൾക്കൊന്നും ഒരു പെയിന്റ് അടിക്കണില്ല. ജസ്റ്റ് വെട്ടുകല്ല് ഇങ്ങനെ റോ ആയിട്ട് വെക്കണതുകൊണ്ടേ മണ്ണിനായാലും വീടിനായാലും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യണില്ല. ഒക്കെ ഒരേപോലെ കിടക്കണം. റോഡും അതെ, ഇങ്ങനെ വിജനമായി നീണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്തൊരു സീനല്ലേ. അപ്പൊ നമ്മളത് ഹൈവേ കയറിയിട്ടുണ്ട്. പിന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിന്ന് റായ്ഗോഡ് എത്തുമ്പോ ഏകദേശം ഒരു 6 മണിക്ക് അടുപ്പിച്ചാവും. അപ്പോൾ 5:30 ആകുമ്പോൾ ഈ റോപ്പ് പരിപാടികളെല്ലാം ക്ലോസ് ചെയ്യും. എന്തോരം ലോറികൾ എടുക്കണോ നോക്കി, സമൃദ്ധി ലോറികൾ കേട്ടോ. ഒരു 6 മണി 5:30 ആകുമ്പോൾ ഈ റോപ്പ് ക്ലോസ് ചെയ്യും. ഗൈസ്, അപ്പൊ നമ്മളിന്ന് റായ്ഗോഡ് എവിടെയെങ്കിലും ടെന്റ് അടിക്കണം. ഓക്കെ, എന്നിട്ട് നാളെ മോർണിംഗ് നമുക്ക് റോപ്പ് പോലൊക്കെ പോവാം. അപ്പൊ ഇന്ന് നമുക്ക് ടെന്റൊക്കെ അടിച്ചേ ആ ഒരു വൈബൊക്കെ പിടിക്കാം. ഇന്ന് കുറച്ച് യാത്രാ വിശേഷങ്ങളും കാണാം. ഓക്കെ, ഒരു വിജന സ്ഥലം കേട്ടോ. വീണ്ടും വീണ്ടും പറയണല്ല, സത്യമായിട്ട് നോക്കി ചെയ്യണ്ടോ. ഇത് നോക്കി ബിൽഡിങ്ങുകളൊക്കെ വീടുകളൊക്കെ പകുതി പണിതാണ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറെ ഉണ്ടോ കണ്ടോ ഇവിടെ ഒരെണ്ണം. മൊത്തത്തിലൊരു ശോകമുഖത. ഇങ്ങനെയും ഏരിയകളുണ്ട് അല്ലേ എന്ന് ചിന്തിച്ചു പോണു. ഈ ഒരു ഏരിയയിൽ ഫുള്ള് കൾട്ടിവേഷൻ എന്ന് പറയണത് കണ്ടോ. അൽഫോൺസോ മാംഗോ ഇല്ല, അൽഫോൺസോ മാംഗോയും പിന്നെ അതേപോലെ ഇത് സാധനം കണ്ടോ, നമ്മുടെ പറഞ്ഞ കാഷ്യൂ നട്ടും പിന്നെ അതേപോലെ അൽഫോൺസോ മാംഗോ കേട്ടോ. ഇവിടെ തൊട്ടുമിക്ക എല്ലായിടത്തും കൃഷി. അത് കുറച്ചൊന്നല്ല, ഒരുപാട് ഹെക്ടർ കണക്കിന്റെ ഭൂമിയിൽ ഇങ്ങനെ പടച്ചേക്ക് വരെ. എന്നിട്ട് സൈഡിലൊക്കെ വിൽക്കാനും വെച്ചിട്ടുണ്ട്. എന്തോരല്ലേ അൽഫോൺസോ മാംഗോ. അൽഫോൺസോന്നോ എന്തോണോ മാംഗോന്റെ പേര്, കറക്റ്റ് അറിയില്ല. ഞാനിത് ഈ രത്നഗിരി ടൗണിൽ അതുപോലെ കറങ്ങുമ്പോഴും കാഷ്യൂവിൻ്റെ ഒരുപാട് ഷോപ്പുകൾ കഴിച്ചു. അതായത് ഫ്രൈഡ്, സോൾട്ടഡ്, പെപ്പേർഡ്, അങ്ങനെ കുറേ ഫ്ലേവേർഡിൽ കാഷ്യൂ നട്ട്സ്. അത് ഭയങ്കര ചീപ്പായിട്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ. ഞാൻ വിചാരിച്ചു ഇപ്പം എന്താ സംഭവം, കാഷ്യൂവിൽ തന്നെ കുറേ ചാത്ത സാധനമൊക്കെ ഉണ്ടല്ലോ, എന്താ മൈദയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചു അങ്ങനെ വിലയ്ക്ക് ആവും. പക്ഷെ എന്നാലും ഒരു കടയല്ല. ഇപ്പം നമ്മൾ മലപ്പുറത്ത് പോയി കഴിഞ്ഞാൽ സ്വർണ്ണ കടയിലുണ്ട് അടുപ്പിച്ചടുപ്പിച്ചുകൊണ്ടില്ലേ, അതുപോലെ ഇവിടെ കാഷ്യൂവിൻ്റെ കട അടുപ്പിച്ച് ഫുള്ള് കാഷ്യൂവിൻ്റെ കട. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താന്ന്. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാവണം ഇവിടെ മൊത്തം കൾട്ടിവേഷൻ അതാണ്, കാഷ്യൂ ആൻഡ് മാംഗോ. ഈ ഒരു ഭാഗത്ത് വെറുതെ കിട്ടുന്ന ഒരു സാധനം ഒന്നുണ്ട് കേട്ടോ, വെട്ടുകല്ലേ. തമാശല്ല, എവിടെ നോക്കിയാലും വെട്ടുകല്ല് കൊണ്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തിട്ടുള്ളത്. നോക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്താലും അതിന് വെട്ടുകല്ല യൂസ് ചെയ്യണം. നമ്മളവിടേക്ക് ആ കല്ലിനും ഭയങ്കര വിലയല്ലേ. പക്ഷെ ഇവിടെ അത് വെറുതെ കിട്ടുന്ന സാധനം ഒന്നുണ്ട്, വെറുതെ കുഴിച്ചാലും വെട്ടുകല്ല ഒന്നുണ്ട്. നോക്കി നിങ്ങൾ ഏത് ഇടയിലും വെട്ടല്ലേ. ഇപ്പൊ മതിലിട്ട് നോക്കി വെട്ടല്ലേ, ഒക്കെ വെട്ടല്ലേ. കൃഷി മാംഗോ തോട്ടം, അൽഫോൺസോക്ക തോട്ടം കണ്ടോ. അവിടെ വെട്ടി വെച്ചോക്കി വെട്ടല്ലുകള് ഫുള്ള് വേറെ തന്നെ സീൻ. ഈ വെട്ടുകല്ലിന്റെ കളറാട്ടോ അവിടെ മൊത്തം, ഈ ഒരു ഭൂപ്രകൃതിക്ക് മൊത്തം. ഈ ഏരിയൊക്കെ നോക്കി നിങ്ങള്, ഒരു മനുഷ്യ കുഞ്ഞില്ല. ഈ സാധനമൊക്കെ നോക്കിയേ, കാണുമ്പോൾ തന്നെ ഒരു ഇതില്ലേ. ആൾക്കാരൊന്നും ഇല്ലെന്നേ, അതാണ് പ്രശ്നം. ഇതേപോലെ ഇടയ്ക്ക് കുറച്ച് വണ്ടികൾ വരും അങ്ങോട്ടും ഇങ്ങോട്ടും, അത് മാത്രം. വേറെ നടന്നു പോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ലോക്കൽ സൈഡിലെ ആൾക്കാരൊന്നും ഇല്ല. ഈ ഏരിയയൊക്കെ നോക്കി നിങ്ങള്, ഫുൾ വിജനമായ കുറെ കാട്ടും പ്രദേശം. കൃഷിയുണ്ട് കേട്ടോ. പക്ഷെ എല്ലായിടത്തും ഒരു നമ്മുടെ മാവ് കുഴിച്ചിട്ടുണ്ട്. മാവ്, ലോട്ട് ഓഫ് മാവുകളുണ്ട്. അതേപോലെ തന്നെ മറ്റേ കാഷ്യൂവിൻ്റെ മരം, എന്താ പറയുക അതിന്, പറങ്കി മാവ്.
ഏരിയ നോക്കി സെന്ററൊക്കെ എങ്ങടാ ലെഫ്റ്റാ? നമ്മുടെ അവിടെയൊക്കെ സെന്ററിൽ ഒരു കടകളും ഉണ്ടാവില്ലടൂ. ഇവിടെ ഒന്നുമില്ലടൂ. ഇവിടുത്തെ ആൾക്കാരൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ എന്ത് ചെയ്യണമാവോ? ഞാൻ തന്നെ ഇപ്പൊ ഒരു അത് ശരി, ആൾക്കാരുണ്ടെങ്കിലല്ലേ സാധനങ്ങൾ വാങ്ങിക്കണ്ടോ എന്നുള്ളത് ശരിയാ. ഞാനിപ്പോൾ ഒരു 10-35-40 കിലോമീറ്റർ ആയിട്ട് ഇതേപോലത്തെ ഒരു ഏരിയ കൂടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണേ. കുഴപ്പമില്ലാത്തൊരു വീട് കണ്ടു കേട്ടോ. പക്ഷെ അപ്പോഴും അവർ പെയിന്റ് അടിക്കണമെന്നില്ല. അതേ മണ്ണിന്റെ അതേ കളർ തന്നെയാണ് വീടിനും. ആ 10-35-40 കിലോമീറ്റർ കഴിഞ്ഞാൽ അത് ഓടിക്കണു. ഒരു കടയും കാണാനില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. നല്ലൊരു സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയ കടകളൊന്നും ഇല്ല. പെയിന്റ് അടിച്ച ബിൽഡിങ്ങുകളില്ല. മൊത്തത്തിലൊരു പ്രത്യേകതര ഏരിയ കണ്ടത്. ഇങ്ങനെ ഓരോ മുക്കിലും ഓരോ വീടുകൾ. ഒരു വീട് നോക്കിയേ, കണ്ടാ പറയാം. പക്ഷെ കണ്ടാ പറയില്ല. കണ്ടറിയാലോ താഴെ താമസമില്ലാത്തൊരു വീടാണെന്നുള്ളത്. അവിടെ വേറെ ഒന്നുമില്ല. ഒരു വീട് വെറുതെ പണിതിട്ടിട്ടുണ്ട്, അത്ര തന്നെ. ആവും അങ്ങ് ദൂരെ ഞാൻ ഒരു പെയിന്റ് അടിച്ച വീട് കാണുന്നു ഗൈസ്. അപ്പൊ നേരം ട്രാവൽ ചെയ്തതില് ഒരൊറ്റ വീടാണ് ഞാൻ പെയിന്റ് അടിച്ചത് കണ്ടിട്ടുള്ളൂ. അത് ഈ വീടാണ് സുഹൃത്തുക്കളെ. പെയിന്റ് അടിച്ചൊരു വീട് കണ്ടു. ആ അതെ, ഈ വീടിനും പെയിന്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തേലും ആവട്ടെ. ഇവിടുത്തെ ഓട്ടോറിക്ഷ നോക്കിയേ, ഏതാ മൂട്, പൊളി മൂട്. അയ്യോ ഈ വീടൊക്കെ നോക്കിയേ, വേറെ സീൻ. പശുപതി, ഡോക്ടർ പശുപതി. അയ്യോ നല്ല അടിപൊളി ഒരു വീട് കേട്ടോ. ശാന്തി സമാധാനം. നമ്മൾ അത്യാവശ്യം ഒരു ഹൈറ്റിലാണ് നിൽക്കണേ. അവിടെ നല്ല വ്യൂ ആണ് രണ്ട് സൈഡിലേക്കും. ഫുൾ ഹിൽസാ. പാലം നോക്കിയേ, കിഡ് സാധനം. ചെറിയ ബോട്ടിങ്സ്. വലിയ പുഴയാട്ടോ. നമുക്കിനിയിപ്പോൾ ഈ റായ്ഗഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം ഒരു 150 കിലോമീറ്റർ പോകണ്ട കേട്ടോ. സമയം ഏകദേശം ഒരു 2:30-3 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. എങ്ങോട്ടടാ? അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ എത്തുമ്പോൾ ഒരു 6 മണി 6:30 ആവും തോന്നണു. പിന്നെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 5:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് നാളെയാണ് റോപ്പ് വേയിലൊക്കെ കയറാൻ പറ്റുള്ളൂ. സാരില്ല. നമ്മളൊന്ന് ടെൻ്റ് അടിക്കും. അവിടെ എവിടെയെങ്കിലും പറ്റിയൊരു നല്ലൊരു പമ്പ് നോക്കിയിട്ട് നമ്മൾ ടെൻ്റ് അടിക്കുന്നതായിരിക്കും ഗൈസ് സുഹൃത്തുക്കളെ. ഇന്നെന്താണോ കുറച്ച് ചൂട് ഭയങ്കര കുറവുണ്ട് കേട്ടോ. ഭയങ്കര എന്നല്ല, യെസ്റ്റർഡേ വെച്ച് നോക്കുമ്പോൾ ടുഡേ ഈസ് ഫാർ ബെറ്റർ ബ്രോ. അങ്ങനെ നമ്മൾ വീണ്ടും ഹൈവേയിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. ഹൈവേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീൻ ഹൈവേ. കുഴിയൊന്നുമില്ല കേട്ടോ. ഫുള്ള് നല്ല റോഡുകളൊക്കെ തന്നെയാണ്. ആ കേസിലൊക്കെ അടിപൊളിയാണ്. ടാറല്ല റോഡുകൾ, മറ്റേ റോഡാണ്. എന്നിട്ട് കോൺക്രീറ്റ് റോഡുകളാണ്. നിങ്ങൾ പരിപാടിയുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ഇത്ര നേരം ഇത് എന്ത് പണ്ടാറാണ്. ഒരു 10-25 അമ്പായിടും നോക്കുമ്പോ ലെഫ്റ്റിലും മതിരുമ്പോ മൊത്തം നോക്കി പാടുകള്. എത്ര ട്രക്കുകൾ ഇടിച്ച് പൊളിച്ചിട്ടുള്ളതൊക്കെ. അയ്യോ, നമ്മുടെ മറ്റേ പഴയ വട്ടപ്പാറവളവില്ലേ, അത് കൂട്ടൊരു സാധനം. അത് നോക്കി നിങ്ങൾ ലെഫ്റ്റിക്കൊക്കെ. അപ്പൊ ഈ ഹമ്പിള് നല്ലതാ അല്ലേ കുഞ്ചോ? അത്രേ ഉള്ളൂ.
ഇടിച്ച് പോയൊക്കെ ഇവിടെയൊക്കെ പാടുകളോ നോക്കി അങ്ങ് അറ്റം വരെ പാടുകളോ ഇടിച്ചിട്ട്. അത് കഴിഞ്ഞ വണ്ടി പറഞ്ഞോളൂ. അത് കഴിഞ്ഞ പിന്നെ വണ്ടി നേരാണ് പോണേ. നീ ജസ്റ്റ് ലെഫ്റ്റ് എടുത്തേ, അതിന്റെ അടിയിൽ വല്ല വണ്ടിയിൽ എടുക്കണ്ടാക്കിയാലോ. ഇങ്ങനെ തന്നെ എടുക്കുക, ഇങ്ങനെ തന്നെ എടുക്കുക. നേരെ മൂലായിരിക്കും കേട്ടോ. ഇപ്പൊ നമ്മള് പോയല്ലോ ശരാ. പോയിട്ടൊന്നും കാണാനില്ല. സീന മോനെ താഴത്തേക്ക് പോയാ കഴിഞ്ഞു. അവിടുന്ന് പോയിട്ട് പോകുന്നുണ്ട്. അവിടെയൊക്കെ പൊളിഞ്ഞെടുക്കുന്നുണ്ട്. പെശകില് ഒരു വരണൊക്കെ ഏതമൂട് ഞാൻ നാവെടുത്ത് പറഞ്ഞോളൂ. റോഡൊക്കെ അടിപൊളിയാണ്, നല്ല റോഡാണ്. തുടങ്ങിയ ഓഫ് റോഡ് കഴിച്ചു. പക്ഷെ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതേ റൈറ്റ് സൈഡിലൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ HP കാരുടെ എല്ലാ പമ്പിന്റെ ബാത്റൂമിലും അവര് സുഖം എഴുതി വെച്ചിട്ടുണ്ടാവും. സുഖം. നമ്മള് ചെക്കനെ ഫുള്ളൊക്കെ ആക്കി. മീറ്ററിലാണ് ഫുള്ളായില്ലല്ലോ. അവൻ ഓണായിട്ട് ഓഫ് ആകുമ്പോ ഫുള്ളാവും കഴിച്ചു. റായ്ഗാഡ് എത്തി. റായ്ഗാഡ് ഫോർട്ടിൻ്റെ നിയർ ബൈ എത്തി. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ അടുത്തൊന്നും പമ്പുകളും പെട്രോൾ പമ്പ്സും ഒന്നും ഇല്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ പമ്പിൽ ടെൻറ്റ് അടിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങളിവിടെ സ്റ്റേ എടുത്തു. നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ ഒരു 600 bucks ആയിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ സ്റ്റേ എടുത്തു. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇവിടുന്ന് തൊട്ടടുത്താണ്. ഇവിടുന്ന് ഒരു 5 to 6 kilometers ഉള്ളൂ റായ്ഗാഡ് റോപ്പ് വേയിലോട്ട്. അപ്പോൾ ടെൻറ്റ് അടിക്കാൻ പറ്റിയില്ല. അപ്പോൾ റായ്ഗോട്ടേക്കുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. നാളെ റായ്ഗോഡ് വീഡിയോ ഒക്കെ ആയിട്ട്, റായ്ഗാഡ് ഫോർട്ടിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.